1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ തമ്പുരാനാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്ന തമ്പുരാനായിരുന്നു. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയതിലൂടെ പ്രശസ്തനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാനായിരുന്നു. വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛൻ്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയായിരുന്നു. ബാലരാമവർമ്മയുടെ മരണശേഷം രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഭരണം ഏറ്റെടുക്കാനുള്ള അവകാശം നൽകി. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി ഗൗരി പാർവതിബായി ആയിരുന്നു. ഗൗരി ലക്ഷ്മിബായിയുടെ മരണശേഷം രാജ്യത്തിൻ്റെ റീജൻ്റായി ചുമതലയേറ്റു. അടിമത്തം അവസാനിപ്പിക്കാനും ഇദ്ദേഹം ശ്രമിച്ചു.